രാഹുൽ ജി തുടരുന്നുണ്ട്. രാഹുൽ, കുട്ടിയെ എത്തിച്ചോ? അനശ്വര, യുവതിയുമായുള്ള ആംബുലൻസ് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അടിയന്തരമായി ചികിത്സ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഉള്ളത്. ഡോക്ടർമാരുടെ സംഘം എത്തിയിട്ടുണ്ട്, ഒപ്പം RPF ഉദ്യോഗസ്ഥരുണ്ട്. ആംബുലൻസ് അല്പസമയം മുൻപാണ് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇനി പിന്നാലെ യുവതിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ കൂടി എത്തും. അപ്പോഴാകും കാര്യങ്ങളിൽ ഒരു വ്യക്തത പൂർണ്ണമായും ഉണ്ടാകുക. കാരണം ആദ്യഘട്ടത്തിൽ അവർ പ്രതികരിക്കാൻ അവർക്ക് മാനസികമായ വലിയ പ്രയാസമുണ്ടാകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകപക്ഷീയമായൊരു അതിക്രമമാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി മാനസികമായി വല്ലാത്ത ആഘാതത്തിലായിരിക്കും അവർ ഉണ്ടാകുക. അതിനൊക്കെ അപ്പുറം ഇപ്പോൾ ഈ ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണ യുവതിയുടെ ആരോഗ്യനില അത് നമ്മയൊക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം ഓടുന്ന ട്രെയിനിൽ നിന്നാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പരിക്ക് ഗുരുതരമാകുമോ എന്നുള്ള ആശങ്കയുണ്ട്. വർക്കലയിൽ നിന്നെന്തായാലും വിദഗ്ധ ചികിത്സയ്ക്കാണ്, കൂടുതൽ ചികിത്സയ്ക്കാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ എന്തായാലും എത്തിച്ചിട്ടുള്ളത്. ആംബുലൻസ് ഇവിടെ നിൽക്കുകയാണ്, ഇപ്പോൾ ഡോക്ടർമാർക്കായി കാത്തു നിൽക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഡോക്ടർമാർക്കായി കാത്തു നിൽക്കുകയാണ്. അതിനുശേഷം ഉടൻ തന്നെ യുവതിയെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. കുറേ സമയം മുൻപ് തന്നെ ഇത്തരത്തിൽ മെഡിക്കൽ സംവിധാനങ്ങൾ സജ്ജമായിരുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ പോലീസിൻ്റെയും RPFിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ഏറ്റവും പ്രധാനമായി ഇനി അടിയന്തരമായി ചെയ്യാനുള്ളത് ചികിത്സയാണ്. കാരണം എത്രമാത്രം ഗുരുതരമാണ്, എത്രമാത്രം ആഴത്തിലുള്ളതാണ് പരിക്ക് എന്നുള്ളത് വ്യക്തമാകേണ്ടതായുണ്ട്. അപ്പോൾ അതിനുവേണ്ട ചികിത്സ നൽകണം. അതിനായി എന്തായാലും ഇപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആംബുലൻസ് എത്തിയിരിക്കുകയാണ്. വർക്കലയിൽ നിന്ന് ആണ് ഈ ആംബുലൻസ് ഇപ്പോൾ യുവതിയുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത്. പിന്നാലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന ആദ്യഘട്ടത്തിൽ വളരെ പകച്ച് പരിഭ്രമിച്ച് പ്രതികരിച്ച യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് കൂടി ഇവിടേക്കെത്തും. ഇങ്ങോട്ട് വരണമെന്ന് സുഹൃത്ത് തന്നെയാണ് ആവശ്യപ്പെട്ടത്. യുവതിയെ ഉള്ളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. യുവതിയെ ആശുപത്രിക്കുള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഡോക്ടർമാരുണ്ട്. മെഡിക്കൽ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ എന്തായാലും ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. വർക്കലയിൽ നിന്ന് പുറപ്പെട്ട ആംബുലൻസ് അല്പസമയം മുൻപാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർമാരെല്ലാം സജ്ജമാണ്. ഇതിന് പിന്നാലെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിക്കുള്ളിലേക്ക് യുവതിയെ കൊണ്ടുപോവുകയാണ്, ആംബുലൻസിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. ആദ്യഘട്ടത്തിൽ ഡോക്ടർമാർ ആംബുലൻസിനുള്ളിൽ പ്രാഥമികമായൊരു പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ യുവതിയെ ഉള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ യുവതിയുമായുള്ള ആംബുലൻസ് മെഡിക്കൽ കോളേജിൽ എത്തി. ഇനി വിദഗ്ധ ചികിത്സയ്ക്കുള്ള കൂടുതൽ പരിശോധനയ്ക്കുള്ള സമയമാണ്. ഒപ്പം പിന്നാലെ അല്പസമയത്തിനുള്ളിൽ തന്നെ യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് കൂടി ഇവിടേക്ക് എത്തും. നമ്മൾ ആ പ്രതികരണം കേട്ടതാണ്. എത്രമാത്രം ഏകപക്ഷീയമായ, അവർ ഒട്ടും പ്രതീക്ഷിക്കാത്തപ്പോൾ ഉണ്ടായ ഏകപക്ഷീയമായ ഒരു ആക്രമണമാണ്. ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്, ഏതാണ്ട് വർക്കലയായി തിരുവനന്തപുരത്തേക്ക് അധികം ദൂരമില്ല. ആ ദൂരത്തിനിടയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു അതിക്രമം ഉണ്ടാകുന്നത്.